നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡൈനാമിക് സ്ട്രെച്ചിങ് ആണ്. ഡൈനാമിക് സ്ട്രെച്ചിങ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ ജോയിൻസിലെ ഇഞ്ചുറി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്നതാണ്. ഇത് നമ്മളൊരു 10 to 15 റെപ്പിറ്റേഷൻ വരെ ചെയ്യാവുന്നതാണ്. ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഹെഡ് മുതൽ ഫീറ്റ് വരെ കാണിച്ചു തരാം. ഓക്കെ, 1 ഹെഡ് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 10 തവണ അല്ലെങ്കിൽ ഒരു 15 റെപ്പിറ്റേഷൻ വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. 1. Next, side to side. Okay, next, half rotation. Okay, next. Next, trap muscle. Next, reverse rotation. Next, shoulder. Reverse shoulder. Next, biceps and triceps. Okay, next, wrist curl ആണ്. ഫ്രണ്ടിലേക്ക് ഒരു 10 തവണ, അതേപോലെ സൈഡ് ടു സൈഡ്. നെക്സ്റ്റ് വരുന്നത് ചെസ്റ്റ് ആണ്. നെക്സ്റ്റ് ബാക്ക് മസിൽ. നെക്സ്റ്റ് വരുന്നത് ആബ്സ് ആണ്. തലക്ക് പിന്നിൽ ഇതേപോലെ കൈ വെച്ചതിന് ശേഷം ലെഗ് 1 by 1 ആയിട്ട് റൈസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിപ്പ് റൊട്ടേഷൻ ആണ്. ഹിപ്പ് റൊട്ടേഷൻ ഒരിക്കലും ഫുള്ളി റൊട്ടേഷൻ ചെയ്യരുത്. ഹാഫ് റൊട്ടേഷൻ, റിവേഴ്സ്. ഹാഫ് റൊട്ടേഷൻ, റിവേഴ്സ്. നമ്മളിപ്പോൾ ഫ്രണ്ട് ആണ് ചെയ്തതെങ്കിൽ അതിനുശേഷം ബാക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെൽവിക് ആണ്. പെൽവിക് ഫുൾ റൊട്ടേഷൻ, ഫുൾ റേഞ്ചിൽ നമ്മൾ റൊട്ടേഷൻ ചെയ്യുക, മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പുറത്തേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും റിവേഴ്സ്. അതിനുശേഷം നമ്മൾ അടുത്ത ലെഗ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഗ് ആണ്. ലെഗ് പതുക്കെ റൈസ് ചെയ്യുക, കാല് പൊക്കുക, റൈസ് ചെയ്യുക. അതിനുശേഷം കാല് കുറച്ച് പുറകിലേക്ക് വെച്ചിട്ട് ബാക്കോട്ട് കേൾ ചെയ്യുക. താഴെ ടച്ച് ചെയ്യാതെ മാക്സിമം ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് കാഫ് റൈസ് ആണ് വരുന്നത്. ഒരു 10 തവണ കാഫ് റൈസ് ചെയ്യുക. അതിനുശേഷം കാല് ഫ്രണ്ടിലേക്ക് വെച്ചതിന് ശേഷം ഫ്രണ്ട് ബാക്ക് ഒരു 10 തവണ റൊട്ടേഷൻ ചെയ്യുക. നെക്സ്റ്റ് സൈഡ് ടു സൈഡ്. ഓക്കെ, 2 കാലും ഇതേപോലെ ചെയ്യുക. ഏതൊരു വർക്കൗട്ടിന് മുന്നേ ഇതേപോലെ സ്ട്രെച്ചിങ് ചെയ്യുന്നത് കമ്പൾസറി ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻസിൽ ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരിക്കലും വാംപ്പ് ചെയ്യാതെ വർക്കൗട്ടിന് പോവാതിരിക്കുക.